കിം ഫലം പുതുക്കി പ്രസിദ്ധീകരിച്ചതോടെ ആശയക്കുഴപ്പത്തിലായ വിദ്യാർത്ഥികളുടെ പ്രതികരണം വലിയ നിരാശയോടുകൂടിയാണ്. അങ്ങനെയുള്ള ഒരു വിദ്യാർത്ഥിയാണ് ഫെൻസ. പ്രോസ്പെക്ടസിൽ പെട്ടെന്നുള്ള മാറ്റത്തെ തുടർന്ന് കുട്ടികൾ നേരിടാൻ പോകുന്ന പ്രശ്നങ്ങൾ ചെറുതല്ലെന്ന് അധ്യാപകരും വ്യക്തമാക്കുന്നുണ്ട്. ആ പ്രതികരണം കേൾക്കാം. പുതുക്കിയ കീം ഫലം വന്നതോടുകൂടി പലരും ആശങ്കയിലാണ്. ഇനി എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടതെന്ന് വിദ്യാർത്ഥികൾക്കിടയിൽ വലിയ മനോവിഷമം ഉണ്ടാക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോയിട്ടുണ്ട്. എനിക്കൊപ്പം കേരള സിലബസിൽ പഠിക്കുകയും കീം അറ്റൻഡ് ചെയ്യുകയും റിസൾട്ടൊക്കെ വന്നിട്ടുള്ള ആളാണ് ഫെൻസ ചേരുന്നുണ്ട്. ഫെൻസ, എന്താണ് ആദ്യത്തെ റിസൾട്ട് എന്തായിരുന്നു? ആദ്യത്തെ റിസൾട്ട് എനിക്ക് വന്നത് 2.3K ആയിരുന്നു. ആൻഡ് ഇപ്പോൾ അതിനൊരു വളരെ ലോ ആയിട്ടുള്ളൊരു റാങ്കിലേക്കാണ് എനിക്ക് പോയിട്ടുള്ളത്. എനിക്കിപ്പോൾ 8K ആണ് വന്നിട്ടുള്ളത്. ആൻഡ് അത് ഇമോഷണലി ആയാൽ പോലും നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നുണ്ട്. എൻ്റെ പോലെ തന്നെ ഒരുപാട് റിപ്പീറ്റേഴ്സ് ആയാലും പിന്നെ ഒരുപാട് കീം ആസ്പിറൻസ് ഉണ്ട്. അപ്പോൾ അവർക്കൊക്കെ തന്നെ ഭയങ്കര ഒരു നഷ്ടമാണ് വരുന്നത്. കാരണം അവർ അത്രയും എക്സ്പെക്ട് ചെയ്ത് ഓരോ കോളേജസിൽ പഠിക്കണം, ഇത്ര ഇഷ്ടപ്പെട്ട കോഴ്സസ് എടുക്കണം എന്നൊക്കെ വിചാരിച്ച് വന്നവരാണ്. പക്ഷേ അതൊക്കെ തന്നെ ഇപ്പോൾ പാഴായി പോവാണ്. ഏത് ഇതിലേക്ക് പോകണം എന്നായിരുന്നു ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു? കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗിലേക്കായിരുന്നു എനിക്ക് ഇൻട്രസ്റ്റ്. ഇനിയിപ്പോൾ അതിനുള്ള മാർക്സ് എനിക്കില്ല. എനിക്കിപ്പോൾ 31 ഡിഫറൻസ് വന്നിട്ടുണ്ട് സ്കോറിൽ. ആൻഡ് ഒരുപാട് ക്രൈസിസ് ഇനിയിപ്പോൾ നമ്മൾ മുന്നിടേണ്ടി വരും. ആൻഡ് നമുക്ക് ഓൾറെഡി എല്ലാ കോളേജസിലും സീറ്റ്സൊക്കെ ഫുള്ളായി കഴിഞ്ഞ് നമുക്ക് വേറൊരു ചോയ്സ് ഓപ്ഷൻസ് ഒന്നും കാര്യങ്ങൾ നമുക്കില്ല. ശൂന്യമായി നിൽക്കുന്ന അവസ്ഥ. അതെ. ബിക്കോസ് എല്ലാ കോളേജസിലും സീറ്റ്സ് ഒരുപാട് ഫുള്ളായി കഴിഞ്ഞപ്പോൾ കോളേജസിൽ ക്ലാസ്സസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. അത്രയും എക്സ്പെക്ട് ചെയ്തതുകൊണ്ടാണ് എല്ലാവരും കീമിന് വേണ്ടി നിന്നത്. പക്ഷേ ഈ കീം തന്നെ ഭയങ്കര ഡൗൺ ആയി നിൽക്കുകയാണ്. സർക്കാരിൻ്റെ മുന്നിൽ എന്താണ് ഫെൻസയ്ക്ക് പറയുന്നത്? ഈ +2ൻ്റെ മാർക്ക് കീമിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ട ആവശ്യമില്ല. കീമിൻ്റെ മാർക്ക് മാത്രം കൺസിഡർ ചെയ്തിട്ട് നമ്മളൊരു പുതിയ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യണമെന്നാണ് എൻ്റെ ഒരു സജഷൻ ഞാൻ പറയുന്നത്. തീർച്ചയായിട്ടും അവരുടെ ഭാവി അവതാളത്തിലാണ്. കാരണം നമ്മൾ പഠിപ്പിക്കുന്ന സമയത്ത്, ഫോർ എക്സാമ്പിൾ ഫ്രണ്ട്സ് ആയിക്കോട്ടെ, നമ്മൾ പഠിപ്പിക്കുന്ന ഏത് കുട്ടികളായിക്കോട്ടെ, അവരെപ്പോഴും ഒന്നാമത്തെ റാങ്ക് നേടണമെന്ന് നമ്മൾ ആഗ്രഹിച്ചാണ് പഠിപ്പിക്കുന്നത്. മുൻനിരയിലെത്തണം. ഒരു മുൻനിരയിലെത്തിയ കുട്ടി പോലും ഒരു സർക്കാരിൻ്റെ അനാസ്ഥ, വിദ്യാഭ്യാസ വകുപ്പിൻ്റെ, ഉന്നത വിദ്യാഭ്യാസ വകുപ്പിൻ്റെ അനാസ്ഥ കാരണം പുറകിലിട്ട് പോകുന്നുണ്ട്. ഇവിടെ ഉണ്ടാകുന്ന സിസ്റ്റം ഫെയിലിയറാണ്. എന്തിനാ ഒരു ഗവൺമെൻറ് എഡ്യൂക്കേഷനിൽ ഇത്രമാത്രം ഒരു കളി കളിച്ചു? ഒരു റാങ്ക് ലിസ്റ്റ് പുറപ്പെടുവിക്കുന്നത് ഒരു മണിക്കൂർ മുൻപാണോ അതിൽ സ്റ്റാൻഡർഡൈസേഷൻ ഫോർമുലയിൽ ചേഞ്ച് വരുത്തേണ്ടത്? ഓക്കെ, അപ്പോൾ ഈ വരുത്തുമ്പോഴുള്ള പ്രശ്നം ഇവർ നോക്കുന്നില്ലേ? CBSE സ്റ്റുഡൻസ് സ്റ്റേറ്റ് സ്റ്റുഡൻസ് എന്നൊന്നുമില്ല. കാരണം CBSE സ്റ്റുഡൻസ് ആയാലും സ്റ്റേറ്റ് സ്റ്റുഡൻസ് ആയാലും ഇവർ പഠിക്കാൻ പോകുന്ന എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത് കേരളത്തിലെ KTU എന്ന് പറയുന്ന സിലബസ് ആണ്. അവിടെ CBSE സ്റ്റേറ്റ് എന്ന് പറയുന്ന സംഭവമില്ല. KTUവിൽ എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസിന് ക്ലാസ്സുകൾ കൊടുക്കുന്ന ഫേമാണ് ഫ്രാങ്ക്ലിൻസ് ലെക്ചേഴ്സ് എന്ന് പറയുന്നത്. സോ ഞങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് അതറിയാം. സോ കൃത്യമായിട്ടും പഠിച്ച് മുമ്പോട്ട് വരുന്ന കുട്ടികളെന്ന് പറയുന്നത് ബാക്കിലോട്ട് പോകുന്ന ഒട്ടും അംഗീകരിക്കാൻ പറ്റില്ല. കാരണം അവർ അത്രമത് ഹാർഡ് വർക്ക് ചെയ്യുന്നു. പ്രത്യേകിച്ച് കീമിനൊക്കെ റിപ്പീറ്റ് ചെയ്യുന്ന കുട്ടികളുണ്ട്. ആ റിപ്പീറ്റ് ചെയ്യുന്ന കുട്ടികൾ എന്തിനാണ് റിപ്പീറ്റ് ചെയ്യുന്നത്? CET പോലുള്ള കോളേജിൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ കമ്പ്യൂട്ടർ സയൻസ് ആയിക്കോട്ടെ, ഇലക്ട്രോണിക്സ് കമ്മ്യൂണിക്കേഷൻ ആയിക്കോട്ടെ, അതേപോലുള്ള ബ്രാഞ്ചസിൽ കയറി പഠിക്കണമെന്നും ഗൂഗിൾ അതേപോലെ തന്നെ മേറ്റോ അവിടേക്ക് വർക്ക് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന സ്വപ്നങ്ങളുള്ള കുട്ടികളാണ്. പക്ഷേ ആ കുട്ടികൾ നിരവധി വിദ്യാർത്ഥികളാണ് ആശങ്ക അറിയിക്കുന്നത്. 100-ൽ നിന്നും താഴേക്ക് റാങ്ക് ഒരുപാട് താഴ്ത്തപ്പെട്ട വിദ്യാർത്ഥികൾ, വളരെ മുകളിൽ റാങ്ക് ഉണ്ടായിരുന്ന വിദ്യാർത്ഥികൾ പോലും ഇപ്പോൾ ആശങ്കയിലാണ്. എല്ലായിടത്തും വിദ്യാർത്ഥികളുടെ ആശങ്കയാണ്.